സിനിമ എന്ന് പറയുന്ന പേര് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നവരുണ്ട്, ആൾക്കാരെ പറ്റിച്ചിട്ട്. ഓൾറെഡി നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരുണ്ട്. അവരുടെ മക്കൾ അഭിനയിക്കുന്നുണ്ട്, അവരുടെ കസിൻസ് അഭിനയിക്കുന്നുണ്ട്. ഇത് പോരാത്തതിന് ആക്ടിങ് വർക്ക്ഷോപ്പുകൾ, ആക്ടിങ് സ്കൂളുകൾ, ഇത് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന ഒരുപാട് പേര് പിന്നെ അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തുടക്കത്തിൽ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അത്ര വലിയ എമൗണ്ട് ഒന്നും എടുത്ത് കൊടുത്തിട്ടൊന്നും നമ്മുടെ ഇല്ല. മറ്റേ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതെൻ്റെ ഇല്ല. ആൾക്കാരുടെ കണ്ണിൽ നെഗറ്റീവ് സാധനം കയറി കൊടുത്തു കഴിഞ്ഞാൽ അത് പോണ വഴി, അതായത് ആ ഷോർട്ട് ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കോലം മാറ്റി കഴിഞ്ഞാൽ പകുതി ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ സാധാരണ ഇതിൽ സാധനം കാണിച്ചപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടത് നിങ്ങളായിരുന്നോ, ഈ ക്വസ്റ്റ്യനാണ് തീരെ എനിക്ക് വരുന്ന സാധനം. ഞങ്ങളുടെ ഈ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്തൊരു ഇതേപോലെ ചെറിയൊരു ഐറ്റം സോങ് പോലത്തെ ഒരു സോങ് ഉണ്ട്. അതൊക്കെ കയറിപ്പോൾ പോക്കാണ്, ബും ബും എന്ന് പറഞ്ഞിട്ടാണ്. ഈ ആറാട്ടൻ്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു. അതായത് പുള്ളി ആർക്കും സത്യം പറഞ്ഞാൽ അവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല. പുള്ളി ചെയ്ത പണി എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തിയുടെ പരിപാടിയാണ്. ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗവും ലോ കൂടായി പഠിച്ച് നടക്കുന്ന ആൺപിള്ളേർക്ക് അടിപൊളി ഒരു പെൺകൊച്ചിനെ കിട്ടും, ലോ കൂടായി പഠിക്കുന്ന പെൺപിള്ളേർക്ക് അടിപൊളി ആൺകൊച്ചിനെയും കിട്ടും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ. 50 to 70 പേര് ക്രൂടെ അന്നമാണ് സിനിമ, മനസ്സിലായോ? അപ്പം അതിനെ അഭിപ്രായത്തിൽ പറയാം, അല്ലാണ്ട് ഒരിക്കലും കൊണ്ടുപോയിട്ട് കൊല്ലുന്ന രീതിക്ക് ചെയ്യാണ്ടിരിക്കുക. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് BNB ഹിയർ. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ്. സിനിമയിലെ ഒരു നായകനും ഒരു വില്ലനുമാണ് എന്നോട് സിനിമയുടെ പക്ഷേ അവരോട് ചോദിച്ചറിയാല്ലേ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ പ്രണയം റിലീസിന് ഒരുങ്ങിക്കുകയാണ്. ഇത് ഒരുപാട് കഷ്ടപ്പെട്ട റിസൾട്ട് ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എന്തൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ട്? എക്സ്പെക്റ്റേഷൻ നമുക്ക് എപ്പോഴും ഹൈ ആയിരിക്കുമല്ലോ, കാരണം നമ്മൾ നിൽക്കുന്ന ഫീൽഡ് അങ്ങനെയാണല്ലോ. സോ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നന്നായി വരുന്നു വിചാരിക്കണു. ഇനിയിപ്പം പറഞ്ഞ പോലെ പ്രേക്ഷകരാണെല്ലാം തീരുമാനിക്കുന്നത്, അവർക്ക് കൊടുക്കാം. അപ്പം ആ ടൈറ്റിൽ തന്നെ ഉണ്ട്, പ്രണയമുണ്ട്, ടെക്നോളജി റിലേറ്റ് ചെയ്ത സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ വളരെ റെലവെന്റ് ആയിട്ടുള്ളതാണ്. പല റിലേഷൻ തകർക്കുന്നതും പല റിലേഷൻ തുടങ്ങുന്നതും ഇവിടെയാണ്. അപ്പം നമ്മുടെ ഈ കഥയിൽ സ്മാർട്ട് ഫോൺ എത്രത്തോളം പ്രാധാന്യമുണ്ട്? തീർച്ചയായിട്ടും നല്ല പ്രാധാന്യമുണ്ട്. ആ പേര് പോലെ തന്നെ ഒരു സ്മാർട്ട് ഫോണിൽ തുടങ്ങുന്ന പ്രണയത്തിൽ ആണ് നമ്മുടെ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ പോർഷനാണ് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോർഷൻ വരുന്നത്. സോ ആക്ച്വലി അത് കാണുമ്പോൾ നോർമൽ ഒരു പ്രണയമായിട്ട് തന്നെയാണ്, പക്ഷെ അതൊരു റിയൽ ആയിട്ടുള്ളൊരു പ്രണയമല്ല, ഫേക്ക് ആയിട്ടുള്ളൊരു പ്രണയമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥയുടെ പോക്ക്. ബാക്കി നമ്മൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ അതെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ പടത്തിൻ്റെ വാല്യൂ പോകില്ലേ, അത് ആൾക്കാർ കാണട്ടെ. സോ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുണ്ട്, നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരും ഉണ്ട്, മോശം രീതിയിൽ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. സോ ബി കെയർഫുൾ. നല്ലതും ചീത്തയുണ്ട്. ഏത് സാധനം നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം, ചീത്തയായിട്ട് ഉപയോഗിക്കാം. അപ്പം അതിൻ്റെ ഒരു ഇത് തന്നെയാണ്. ഈ സിനിമയിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഈ സിനിമയിലേക്ക് എൻട്രി നമുക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. ഓഡിഷൻ വഴിയാണ് ഈ സിനിമയിലേക്ക് നമുക്ക് എൻട്രി വന്നത്. എത്തിയതിന് ശേഷം ഒരു ഫുൾ ലെന്ത് മൂവിയിൽ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും വലിയ ക്രൂ, ഒരു മൂവി, ഇത്രയും ഒരു ലീഡ് റോള് എന്നൊക്കെ ഓരോ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വളരെ നന്നായി ബിഹേവ് ചെയ്തു. എൻ്റെ കൂടെ ഇവരുണ്ടായിരുന്നു, ബാജി ഉണ്ടായിരുന്നു. ബാജി സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് സായികുമാർ സാറ്, ഹേമന്ത് മേനോന്, പിന്നെ പത്മരാജ്, അങ്ങനെ കുറച്ച് അധികം ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. സോ എല്ലാവരും വളരെ കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. എല്ലാവരും നമുക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ തന്നെയും പറഞ്ഞിങ്ങനെ ചെയ്ത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പുതിയ തുടക്കക്കാരൻ എന്ന രീതിയിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്തായാലും നല്ലൊരു സ്ക്രീൻ പ്രസൻസ് സ്ക്രീനിൽ വരാൻ സാധിച്ചിട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളും ഈ പടത്തിലുണ്ട്. എങ്ങനെയുണ്ട് അവരുമായിട്ടുള്ള കോംബോ ഒക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഹേമന്ത് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ സായികുമാർ ആയിട്ടുണ്ടായിരുന്നു. സായികുമാർ സാറൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, സാറിൻ്റെയൊക്കെ ഞാൻ വേറെ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെയൊക്കെ നമ്മൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഐസൊക്കെ അങ്ങോട്ട് എക്സ്പ്രസീവ് ആവുന്ന കാണുമ്പോഴേ നമുക്ക് തന്നെ എന്താ ഒരു ആങ്സൈറ്റി ഒരു വേറെ ലെവലാണ്. നമ്മളത് സ്ട്രെയിറ്റ് നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടിട്ട് അവർ അഭിനയിക്കുന്നത് നമ്മൾ ഇപ്പുറത്തിരുന്നിട്ട് കാണുമ്പോൾ അത് വേറൊരു ഫീലാണ്. നമുക്കത് സത്യം പറഞ്ഞാൽ കണ്ടറിയണം. എനിക്കൊന്ന് അത് ബാജിക്ക് മനസ്സിലായി കാണത്. ബാജി ഓൾറെഡി എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സെയിം സാധനം.
കാരണം അത്ര എഫക്റ്റീവാണ്. നമ്മൾ പേടിച്ചെന്ന് ഞാൻ പേടിച്ചു. നമ്മൾ റിയൽ ലൈഫാണോ നമ്മൾ ക്യാമറ ചുറ്റിലുണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിലും പുള്ളിക്കാരൻ വന്നൊരു ഡയലോഗ് പറയുമ്പോൾ അയ്യോ ഇത് റിയൽ ലൈഫിൽ പുള്ളിക്കാരൻ നമ്മളോട് പറയുന്നതാണോ എന്ന് പേടിച്ചു പോകുന്ന അതേ തരത്തിലുള്ള ആക്ടിങ് ആണ്. എത്രയോ വർഷങ്ങളുണ്ട് നമുക്കൊന്നും അത് വിലയിരുത്താൻ പറ്റില്ല. നേരിട്ട് കണ്ട ഒരു എക്സ്പ്രസ് ഭയങ്കര പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഞാൻ സൈസാറുടെ ഒരു സീനിൽ ഒറ്റ സീനുള്ളൂ ഞങ്ങൾ ലാസ്റ്റ്. പുള്ളി ആക്ച്വലി ക്ലൈമാക്സിലാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്ക് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലൂസിഫറിൻ്റെ സമയത്തും ഉണ്ടായിരുന്നില്ല, ഒരു പ്രോബ്ലം ഉണ്ട്, പുള്ളിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും നമുക്ക് പുള്ളി ആക്ട് ചെയ്യുമ്പോൾ കാണത്തില്ല. അതായത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, ചില ആൾക്കാർ അവർക്ക് അവരുടെ ഇപ്പം നമ്മുടെ രജനീകാന്ത് സാറിൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതായത് പുള്ളിയുടെ എന്തിരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്ത് സെക്കൻഡ് പാർട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് കോസ്റ്റ്യൂമിന് കേട്ടിട്ടുള്ളതാണ്, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്, ഏകദേശം ഒരു 20 കിലോളം വെയിറ്റ് ഉണ്ട് ആ കോസ്റ്റ്യൂം. പുള്ളി സെറ്റിൽ വരുമ്പോൾ ഇങ്ങനെ പുള്ളിനെ കണ്ടിട്ട് ഭയങ്കര സ്ലിമ്മാണ്, പുള്ളി ഇങ്ങനെ ഒടിഞ്ഞുറങ്ങിയിരിക്കുള്ളൂ. പക്ഷെ പുള്ളി ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാണല്ലോ, പുള്ളി ഇത്രയും വലിയ വെയിറ്റുള്ള സാധനം ഇട്ടിട്ടാണ് നിന്ന് അവിടെ ആക്ട് ചെയ്തത്. പുള്ളി മീൻസ് വേറെ ആൾക്ക് തോന്നൂല. അതാണ് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രത്യേകത. അതുപോലെ ഭയങ്കര പ്രത്യേകതയുള്ളൊരു പുള്ളിയാണ് ഈ സൈക്കിൾ സാറ്. കാരണം വെച്ചാൽ നമ്മൾക്ക് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടൈമാണ് ഞാൻ പുള്ളിനെ കാണുന്നത് പോലും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ ഉണ്ടായിരുന്നു. സോ പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു. അതായത് പുള്ളിയുടെ കണ്ണിൻ്റെ ഞാൻ നന്നായിട്ട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ഒരാളാണ്, നന്നായിട്ട് സിനിമ കാണും. എൻ്റെ ഏറ്റവും വലിയൊരു ബുക്ക് സിനിമ തന്നെയാണ് ഇതിൻ്റെ ഈ ഫീൽഡിൽ. സോ പുള്ളിയുടെ ഓരോ നോട്ടത്തിൻ്റെയും ഇത് നമ്മുടെ ഓരോന്നിനും ഓരോ അർത്ഥം എന്ന് പറയില്ലേ, ഓരോ എക്സ്പ്രഷനും ആ കറക്റ്റ് സാധനം ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞ പോലെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലോ, അത് നമ്മൾ ഫ്രെയിമിൽ കാണുന്നതിനെക്കാട്ടും നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ ഒരു ഡയലോഗ് ഡെലിവറി പുള്ളിയുടെ അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം അറ്റാണ്. പുള്ളിയുടെ ഓരോ സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ പുള്ളി ഡയലോഗ് ഡെലിവറി ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പോലത്തെ ഒരു അതേ ഒരു റേഞ്ച് സാധനങ്ങളാണ് പുള്ളി എടുത്തടിച്ച് ഇടുന്ന സാധനമാണ്. അതും കറക്റ്റ് ലെങ്ത്തിൽ പുള്ളിയുടെ ആ ഒരു വേരിയേഷൻസും എല്ലാം അടിപൊളിയാണ്. മെയിൻ തിങ് എനിക്ക് പുള്ളിയോട് തോന്നുന്ന റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത്ര ഏജ് ഉണ്ട്, പുള്ളിക്ക് ഏജിൻ്റെ പല അസുഖങ്ങളുണ്ട്. പക്ഷെ ആ സാധനം ഒന്നും അത് പുള്ളിക്ക് സെക്കൻഡറിയാണ്. നമ്മൾ പ്രൈമറി കൊടുക്കുന്ന ഒരു സാധനം പുള്ളി ഇപ്പോഴും ആ സാധനത്തിന് കൊടുക്കുന്നൊരു ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ഞാൻ സിമ്പിളി പറഞ്ഞുതരാം, ഒരു സിനിമ ചെയ്യുമ്പോഴേക്കും ഞാനെന്തോ ആയിന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് പറയണില്ല, പോട്ടെ വേറെ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും പുള്ളിക്ക് അത്രയും വയ്യ. എന്നാൽ പുള്ളിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഒരു ഇത് പിടിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പുള്ളി എന്ത് പറയുന്ന സാധനം, പുള്ളി ഡയറക്റ്റ് പറയുന്ന സാധനം അത് ക്യാച്ച് ചെയ്ത് കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അവരൊക്കെയാണ് നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ. ഇതിനകത്തൊരു സീനിന് പുള്ളിക്കാരന് തന്നെ നിൽക്കാൻ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഡയറക്ടറിൻ്റെ ചോദിക്കും, സാർ ഞാൻ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു സീനാണോ സാർ എന്ന് ചോദിക്കും. എത്ര 10-25 എത്രയോ വർഷങ്ങൾക്ക് മുന്നിലുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ പുള്ളിക്കാരൻ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത്, അതായത് പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം എനിക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിൽക്കാൻ പുള്ളി അങ്ങനെയല്ല. പുള്ളി അപ്പോഴും പ്ലീസ് ചെയ്യണോ ചെയ്യുന്നത്. ആ ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ പുതിയ ആളാണ്, പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, സാർ എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പുള്ളി അവിടെയും ഒരു പ്ലീസ് ചെയ്യുവാണ്. അത് ക്യാരക്ടറാണ് അവരുടെ. നമുക്ക് റെസ്പെക്ട് തോന്നുവാണ് അവിടെ. നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. വെരി ഡൗൺ ടു എർത്ത്. നമ്മൾ അല്ലാതെ കാണുമ്പോൾ ഭയങ്കര സംഭവം എന്ന് പറയും. സാധാരണ മനുഷ്യർ അവർ ആ ഇത്രയും ഉയരങ്ങളിൽ എത്തിയിട്ട് അവരുടെ ആ ഒരു ഡൗൺ ടു എർത്ത് രക്ഷയില്ല. പിന്നെ പുള്ളിയുടെ കണ്ണ് വെച്ചുള്ള കളിയാണ്. ആ കണ്ണും പിരുകനും പോണ സാധനം ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് നമ്മൾ ഈ എക്സ്പ്രഷൻ എവിടേക്ക് പോയെ അങ്ങനെ തോന്നിപ്പോ. സീരിയസ്ലി ഭയങ്കര സഡൻ ചേഞ്ചസ് ഒക്കെയാണ് പുള്ളിക്ക് പോണത്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാം, ഇത്രയും നമ്മൾ പറയണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഇതായിരുന്നു അത് പറഞ്ഞത്. ചില കാര്യങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ കുറെ ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ മറ്റേ പത്മരാജ് രതീഷ്, നമ്മുടെ ഗ്രേറ്റ് രതീഷ് സാറിന്റെ മോൻ, പുള്ളി ഇതേപോലെ പുള്ളിനെ നമുക്ക് കാണുമ്പോൾ പുള്ളി നമ്മൾ കണ്ടിട്ടുള്ള പടങ്ങളൊക്കെ ഒരുവിധം നെഗറ്റീവ് റോള് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ പുള്ളി നല്ല ഹൈറ്റ് ഉണ്ട്, അതിനനുസരിച്ച് സൈസ് ഉണ്ട്. പുള്ളിനെ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി പേടിയൊക്കെ തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതുപോലൊരു പാവം മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടുള്ള സിനിമയിൽ അയ്യോ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല പുള്ളി ഇങ്ങനത്തെ ഒരാളാണെന്ന്. കാരണം അത്രയ്ക്ക് കൂളായിട്ട് ആൻഡ് കാമായിട്ടുള്ളൊരു മനുഷ്യൻ. ഇപ്പോഴും വാട്സാപ്പിൽ ഞാൻ എന്തെങ്കിലും ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പുള്ളി അപ്പം എനിക്ക് റിപ്ലൈ തരും.
അതായത് പുള്ളിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ആറ്റിറ്റ്യൂഡാണ്, കാരണം അത്രയും വലിയൊരു ഗ്രേറ്റ് ആക്ടറുടെ മോനാണ്, മനസ്സിലായോ? പക്ഷെ പുള്ളിയൊക്കെ നിൽക്കണമെന്നുള്ളൂ നമുക്ക് ഇങ്ങനെ തന്നെയാണോ നമുക്ക് സീരിയസ്ലി അങ്ങനെ തോന്നിപ്പോവും. കാരണം അത്രയ്ക്കും അടിപൊളി മെമ്പറാണ്. നല്ല കമ്പനി എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നമ്മളിങ്ങനെ മച്ച കമ്പനി അടിച്ചിരിക്കില്ലേ, ആ ഒരു മൂഡാണ് പുള്ളി. നമ്മൾ ഫസ്റ്റ് ദിവസം ഒന്ന് പരിചയപ്പെട്ടുള്ള പുള്ളീനെ, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുള്ളീനെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനത്തെ ഒരാളെടുത്താണെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട് കമ്പനി ആയപ്പോഴേക്കും പുള്ളി ഭയങ്കര ക്ലോസ് ആണ്. ആ ഒരു ആറ്റിറ്റ്യൂഡോ ജാഡോ അങ്ങനെയൊന്നും ഇടണ സീനൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ മനുഷ്യനാണ്. ഇപ്പം സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതായത് ഇപ്പം നമ്മുടെ കൊച്ചിയിൽ തന്നെ എടുക്കുവാണെങ്കിൽ രാത്രി ഒന്നിറങ്ങിയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കിയാൽ കഫേ നോക്കിയാലും ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു കൂട്ടുണ്ടാവും. ഞാൻ താമസിക്കുന്ന റൂമിന്റെ അപ്പുറത്തെ റൂമിലും ഇടയ്ക്ക് ചർച്ച കേൾക്കാറുണ്ട്. എല്ലാവരും ഉണ്ട്. എന്തെങ്കിലും ഒരു വെള്ളിയാഴ്ച എന്റെ സിനിമ വരും, എന്റെ മുഖം 10 പേര് കാണുന്ന ആഗ്രഹിച്ചിറക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു സ്വപ്നത്തിൽ നടന്നവര് തന്നെയായിരുന്നു നിങ്ങൾ? ഉറപ്പായിട്ടും. നമ്മള് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇപ്പം ഞാൻ എന്നെ തന്നെ സ്ക്രീനിൽ കണ്ടൊരു മൂവിയാണ് ബോഡി ഗാർഡ് എന്ന മൂവിയിൽ ഞാൻ ഒരു ഇതുണ്ട്, അതായത് 1, 2, 3, 4 സീൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ഇല്ല. പക്ഷെ എനിക്ക് മാത്രം കാണാവുന്നൊരു സീൻ അതിനകത്തുണ്ട്. അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്നാ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ചില സിനിമയിലെ കണ്ടിട്ടില്ലേ, എന്നെയും മറ്റേ ഉദയനാണ് താരത്തിനകത്ത് മറ്റേ സലീം കുമാർ ഏട്ടൻ അപ്പുറത്തും ഇപ്പുറം നോക്കുന്ന തിരിച്ചിരിക്കുന്ന ഒരു സീനിൽ. അപ്പോൾ അതേപോലെ ഒരു ഫീലാണ് നമ്മളെ തന്നെ നമ്മൾ ആ ഒരു സ്ക്രീനിൽ ചെറിയൊരു സ്പോട്ടിൽ കാണുമ്പോഴത്തേനും. അപ്പം നമുക്ക് ഇതേപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു സ്ക്രീനിൽ നമുക്ക് അത്യാവശ്യം ഇരുന്ന് കാണാൻ നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. സിനിമ എന്നൊരു പാഷനാണല്ലോ. അത് വൺസ് നമ്മുടെ മനസ്സിലേറി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് ഇനി എത്ര അങ്ങോട്ട് പറിച്ചു കളഞ്ഞാലും അതങ്ങോട്ട് പോകത്തില്ല. അത് അവിടെ തന്നെ അതൊരു ലഹരിയാണ്. ആ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലഹരി പോലെയാണ്. അതങ്ങനെ ഇൻസിസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കും. അതിങ്ങനെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ അതിങ്ങനെ ഒരു പൊങ്ങി വരുന്നൊരു സംഭവമാണ്. ഒന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഞാനങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഏറ്റവും അധികം സിനിമ കണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് സിനിമ ഭയങ്കര ഭ്രാന്താണ്, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഇപ്പം എൻ്റെ കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും കൂടുതലും സ്പോർട്സ് പ്രിഫർ ചെയ്യുന്ന ഒരാൾക്കാരാണ്. പക്ഷെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചാനൽ വരെ സിനിമ വയ്ക്കും. എനിക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ആണ്. സോ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദൂരദർശനാണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 9:30 എല്ലാ ദിവസവും ഫ്രൈഡേ സാറ്റർഡേ ഹിന്ദി പടം 2 അത് രണ്ടും കാണാണ്ട് കിടക്കില്ല, സ്കൂൾ ടൈം ആണെങ്കിൽ തൊട്ട്. അങ്ങനെ ഭയങ്കര ക്രേസ് ആയിരുന്നു. പിന്നെ ആ ടൈമിലൊന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കേസ് ഒന്ന് നമ്മുടെ ലുക്ക്, നമ്മുടെ അപ്പിയറൻസിന് അന്ന് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗ്ലാമറിനൊക്കെ ഇമ്പോർട്ടൻസ് ആയിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ ഭയങ്കര ചേഞ്ചസ് ഒക്കെ വന്നിരിക്കുന്നത്. സോ കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം. പിന്നെ ഞാൻ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രണ്ട്സൊക്കെ വന്ന് ചെറുതായിട്ട് സപ്പോർട്ട് തുടങ്ങി. നീ മോഡലിംഗ് ഒക്കെ ട്രൈ ചെയ്ത് ചിലപ്പോൾ കിട്ടും. അതായത് നമുക്ക് ചെറിയ പൊടിമീശൊക്കെ വന്ന് നമ്മുടെ ഒരു അപ്പിയറൻസ് ഒക്കെ ചേഞ്ച് ആവുന്നൊരു ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ. സോ ആ സമയത്ത് എൻ്റെ ഒരു നൈബർ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പാർട്ട് ടൈം വർക്ക് ഉണ്ട് പണ്ട് തൊട്ടേ. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അതിൻ്റെ ഒപ്പം അവൻ വീഡിയോഗ്രാഫറാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം ഞങ്ങൾ പഠിച്ചായിരുന്നൊരു കോഴ്സ് ഈ പറഞ്ഞ പോലെ അവൻ ബ്രേക്ക് ചെയ്തിട്ട് അവൻ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പോയി. അവനൊരു ഓട്ടോമൊബൈൽ പഠിച്ചായിരുന്നു. അങ്ങനെ അവൻ ആ ചെയ്ത കോഴ്സിൻ്റെ എൻഡിൽ അവനൊരു ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഇവനോട് ഇവൻ ഇത് കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയണ്ട എന്തെങ്കിലും പരിപാടി നീ പറഞ്ഞോട്ടാ നൈസായിട്ട്. അപ്പോൾ നമുക്ക് വേറെ എനിക്ക് ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് അവനല്ലാണ്ട് വേറൊരാളെ അറിയില്ല ആ സമയത്ത്. അപ്പോൾ അവൻ്റെ ഒരു ആശാൻ ചെറിയൊരു പടമൊക്കെ ചെയ്യുന്ന ഒരു സമയം പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ചെറുതായിപ്പോയി. സോ അപ്പോൾ ഇവൻ്റെ അടുത്ത് പറയും ആൻഡ് ഇവൻ പറയും നമുക്ക് നോക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നോർമൽ ടോക്സ് പോകും. അത് കഴിഞ്ഞ് ഇവർ ഈ എൻഡിൽ ഇവർക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നായകനായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ സന്തോഷം. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇവൻ ത്രൂ തന്നെ എനിക്കൊരു പടം കൊണ്ടുവന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. ഒരു ഹാഫിൽ വെച്ചിട്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നുപോയി. അങ്ങനെ നമ്മൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സൈഡിൽ കൂടെ, ഓഡിഷൻ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുറേ നല്ലതും മോശം എക്സ്പീരിയൻസസ് ഇഷ്ടംപോലെ ലൈഫിലുണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി സിനിമയുടെ പേരിൽ. ബിക്കോസ് സിനിമ എന്ന് പറയുന്ന പേര് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നവരുണ്ട്, ആൾക്കാരെ പറ്റിച്ചിട്ട്. ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഇതെല്ലാത്തിനും വെറുതെ റിപ്പീറ്റ് അടിച്ച് പറയണ്ടല്ലോ. സോ അങ്ങനെയുണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മൾ സിനിമയിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഈ സ്മാർട്ട് ഫോൺ ലവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല രീതിയും മോശം രീതിയും ഉണ്ട്. അത് നമ്മൾ കെയർ ചെയ്ത് നിന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ പെട്ടുപോകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എൻ്റർ ആവുന്നത്. സോ എനിക്ക് കൂടുതലും വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓഡീഷൻ ത്രൂ എനിക്ക് തോന്നുന്നു ഇന്നവരെ എനിക്കങ്ങനെ
ഈ ചാൻസസ് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയേക്കണമെന്ന് പറഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ഫിലിമിൽ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ എന്നെ അടുത്തൊരു വർക്കിൽ റെഫർ ചെയ്ത് അങ്ങനെ റെഫറൻസ് ത്രൂ ആണ് എനിക്ക് കൂടുതലും വർക്ക് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ഇവിടെ നടക്കുന്നത് അതാണ്. അല്ലാണ്ട് ഓഡിഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു വളരെ ലെസ് കൗണ്ട് ആൾക്കാർ മാത്രമാണ് ഓഡിഷൻ ത്രൂ ഒക്കെ പോകുന്നുള്ളൂ. അല്ലാണ്ട് ഭൂരിഭാഗവും കണക്ഷൻസ് ആണ്. ഇപ്പോൾ ഒരു അസോസിയേറ്റിൻ്റെ ആണെങ്കിലും പരിചയത്തിലുണ്ടാവും, അഭിനയിക്കാൻ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്ന് കണക്റ്റായി ഇപ്പം ഇതിലെ നായികയാണ് എന്നെ ഇവിടെ റെഫർ ചെയ്യുന്നത്. ഞാനിവിടെ വന്ന് സാറിന് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ആൾക്ക് ഓക്കെ. ഞാൻ അതിന് മുമ്പ് ഒരു 2-3 പടം ചെയ്തിട്ടുണ്ട്, കുറേ ഷോർട്ട് ഫിലിംസ് മുന്നേ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കണക്റ്റായി പുള്ളിക്ക് ഓക്കെ ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് എൻ്റർ ആവുന്നത്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അതിപ്പം സിനിമയിൽ കയറാനായിട്ട് എളുപ്പമാണ്, പക്ഷെ സിനിമയിൽ നിലനിൽക്കാനാണ് പാടുന്നത്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഒരെണ്ണം കിട്ടുക എന്നുള്ളത് നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ഒരെണ്ണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്നാലൊന്നും ആരും കോൺടാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ മെയിൻ സ്ട്രീമിലുള്ള ആക്ടേഴ്സും പലരും പറയുന്നിട്ടില്ലേ, നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മളിങ്ങനെ അത് ഒരു ത്രൂ ഔട്ട് പ്രോസസ്സാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ആക്ടേഴ്സ് ആണെങ്കിൽ പറഞ്ഞ ഇത്ര പ്രശ്നമില്ല. അവരിപ്പം 10 പേര് അറിയുന്ന ഒരു നോൺ ഫേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരുണ്ട്. അവരുടെ മക്കൾ അഭിനയിക്കുന്നുണ്ട്, അവരുടെ കസിൻസ് അഭിനയിക്കുന്നുണ്ട്. ഇത് പോരാത്തതിന് ആക്ടിങ് വർക്ക്ഷോപ്പുകൾ, ആക്ടിങ് സ്കൂളുകൾ, ഇത് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന ഒരുപാട് പേര് പിന്നെ അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്തേക്ക് കയറി പറ്റില്ല തന്നെ വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് സസ്റ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓഫ് കോഴ്സ് നമ്മുടെ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്ത് പോയിട്ട് നമ്മൾ ഒച്ചപ്പാടും വെള്ളമുണ്ടാക്കി അതിൻ്റെക്ക് നിന്ന് കഴിഞ്ഞാൽ അതവിടെ തീരുമാനമാകും അതോടുകൂടി. എന്നാൽ നമ്മൾ ഒരുപാട് സൈലൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളിട്ട് ചവിട്ടും ചെയ്യും. നമ്മളത് നിൽക്കുന്ന രീതിയുണ്ട്, അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലക്ക് എന്ന് പറയുന്ന സാധനത്തിന് വളരെ വലിയ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെ സംബന്ധിച്ചാലേ നമുക്ക് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇറങ്ങുവാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഒരാൾ പരിചയപ്പെട്ടു, എടാ നിനക്ക് നല്ലൊരു വേഷം വാങ്ങിച്ചിട്ട് നീ ഒരു 5 ലക്ഷം രൂപ ഒപ്പിച്ചതായോ എന്ന് പറയും. അപ്പം നമ്മളാദ്യം ചിന്തിക്കുക 5 ലക്ഷം കൊടുത്ത് പോകാൻ പറ്റിക്കുമോ എന്നല്ല ചിന്തിക്കുക, എനിക്ക് ആ സിനിമയിൽ വേഷം വേണം, എങ്ങനെയെങ്കിലും 5 ലക്ഷം രൂപ ഒപ്പിക്കാൻ നോക്കും. അതാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എൻ്റെ തുടക്കത്തിൽ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അത്ര വലിയ എമൗണ്ട് ഒന്നും എടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല, നമ്മുടെ ഇല്ല. മറ്റേ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിനെ പറ്റി ചിന്തിക്കുന്നില്ല, അതെൻ്റെ ഇല്ല. സോ പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ച് അബദ്ധങ്ങളിൽ ഞാനും പെട്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്കണം, ഒരു എൻട്രി കിട്ടണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. സോ അങ്ങനെയും കുറച്ച് ലോക്കുകളിൽ പെട്ടിട്ടുണ്ട്. നല്ല മനുഷ്യന്മാർ ഇഷ്ടംപോലെ പേര് പരിചയപ്പെടണം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഒരു ലിഫ്റ്റ് അടിച്ച് പോയിട്ട് ആളുടെ സംസാരിച്ച് ഞാനിങ്ങനെ പറഞ്ഞു സിനിമയുടെ പുറകെ കണക്കാണ്, പുള്ളി ത്രൂ കണക്ഷൻ തന്നൊരു പടം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളി ഒരു ഡയറക്ടർ നമ്പർ ഒന്ന് ആളുടെ വർക്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരക്ടറുകളായിട്ട്. സോ എവിടെയും നമുക്ക് ചിലപ്പോൾ വരും, പക്ഷെ അത് നമ്മൾ ഇപ്പം എനിക്ക് ഒരാൾ വന്ന് സംസാരിക്കുകയാണ്, ഒരു രീതി പറയണ കേട്ടാൽ എനിക്കറിയാം ഇത് എന്തോരം ജനുവിനാണ്, എവിടം വരെ പോവും, വള്ളിയാണോ കുറച്ച് കംപ്ലീറ്റ്ലി അല്ല, എന്നിരുന്നാൽ പോലും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും ഒരാളുടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമുക്ക് മെയിൻ തിങ് നമ്മൾ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വേണം. സോ ഞാൻ നല്ല രീതിയിൽ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാറുണ്ട്. സോ നമുക്ക് കുറച്ച് ആൾക്കാരുടെ ക്യാരക്ടർ കിട്ടും. പിന്നെ ഇങ്ങനത്തെ പണികളും കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു റൂട്ട് എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് പെട്ടെന്ന് കത്തും. ഞാൻ അതിനനുസരിച്ച് ഇപ്പം പണിയാണെന്ന് കണ്ടാൽ അപ്പോൾ അവിടെ നിന്ന് സ്കിപ്പാവും, അത്രയേ ഉള്ളൂ. ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മളെല്ലാവരും സിനിമ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെ ഒരു സിനിമയ്ക്ക് ഒരു കഥാപാത്രം ആവാനായിട്ട് എഫേർട്ട് ഇട്ട്, കാരണം എന്റെ കഥാപാത്രമല്ല എന്നെ തിരിച്ചറിയണം, എന്റെ എഫേർട്ട് തിരിച്ചറിയണം എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ഓരോ വർക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് ചിലപ്പം ആരും റെക്കഗ്നൈസ് ചെയ്യാൻ വരത്തില്ല, ചിലപ്പോൾ കണ്ടുപോയെന്ന് വരും, ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. അപ്പം എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാൻ ചെയ്ത എഫേർട്ടിൽ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ആരും മറ്റുള്ളവർ എന്നെ തിരിച്ചറിയുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുള്ള? ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20-25 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു 8 പടം ചെയ്തതിൽ 3 റിലീസായിട്ടുണ്ട്. ഒന്നാണ് മറ്റേ 6 ഇഷ്യൂ ഉണ്ടായ പടം, അതിലാണ് കുറച്ച് ആൾക്കാർ ഇത് ചെയ്തത്. സ്റ്റിൽ ഇപ്പോഴും ആർക്കും എന്നെ കണ്ടപ്പെടുന്ന മനസ്സിലാവുന്നില്ല. അത് ഞാൻ അതിന് മാത്രം ലെവലിലേക്ക് എനിക്ക് എത്തിയിട്ടില്ല, അത് നമ്മളെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം പണ്ടത്തെ പോലെ, പണ്ടെന്ന് വെച്ചാൽ പുതുതായിട്ട് വരുന്നവർ വളരെ കുറച്ച് പേരായിരുന്നു അല്ലേ, വളരെ നമുക്ക് നോട്ടീസ് ആവും, ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് ആവും. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഒരു വെള്ളിയാഴ്ച മിനിമം 5 പടം ഇറങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി, അതായത് കൺസെപ്റ്റുകൾ നല്ല ഉള്ള സാധനങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്, മെസ്സേജ് കൊടുക്കുന്ന സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു 6K 7K 5K എത്ര വ്യൂസൊക്കെ യൂട്യൂബിൽ കയറുള്ളൂ. ഞാനത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 18+ ആയിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് വന്നിട്ട്.
ആ സാധനം കയറിപ്പോയി പോക്കുണ്ടല്ലോ 1.5 ലക്ഷം വ്യൂസാണ് കയറി ഒറ്റയടിക്ക് പോയത്. ആ നമ്മുടെ കുറച്ചാൾ മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, ഒരു പെൺകുട്ടിയുടെ KSRTCയിൽ നന്ദിത മസ്താൻ ഉണ്ട്, അവള് ഞാനും കൂടി ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്, അതാണ് നായിക അതിൻ്റെ അകത്ത്. അപ്പം ആൾക്കാരുടെ കണ്ണിൽ നെഗറ്റീവ് സാധനം കയറി കൊടുത്തു കഴിഞ്ഞാൽ അത് പോണ വഴി, അതായത് ആ ഷോർട്ട് ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കോലം മാറ്റി കഴിഞ്ഞാൽ പകുതി ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ സാധാരണ ഇതിൽ സാധനം കാണിച്ചപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടത് നിങ്ങളായിരുന്നു, ഈ ക്വസ്റ്റ്യനാണ് തീരെ എനിക്ക് വരുന്ന സാധനം. അതുകൊണ്ട് ഇത് തന്നെ പറ്റില്ലല്ലോ, അതുപോലും മാറ്റിയിട്ടില്ല. ഇപ്പം ഈവൻ നമ്മുടെ ഈ പടത്തിനകത്ത് തന്നെ എനിക്ക് 2 മേക്ക് ഓവർ ഉണ്ട്. അതായത് അത് മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ശരിക്കും മേക്ക് ഓവറായിട്ട് വന്നതല്ല, ഞാൻ വേറെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം 2 ടൈമിൽ വന്നതുകൊണ്ട് അത് അങ്ങനെ ഒരു ഇതിലേക്ക് പോകേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കത് എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നല്ലൊരു കഥ, നല്ലൊരു കാസ്റ്റ്, നല്ലൊരു ക്രൂ ആയിട്ട് നല്ലൊരു വർക്ക് ചെയ്തിട്ട് അത് ആരും തിരിച്ചറിയാൻ പോകുന്നത്. എന്നാൽ ഒരു 18+ അല്ലെങ്കിൽ കുറച്ച് സെക്ഷലി കണ്ടന്റ് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കാണാനായിട്ട് നമ്മുടെ ഒരു 100 പേര് കാണുന്ന അത് കാണുന്ന ലക്ഷക്കണക്കാണ്. അതിന്റെ കോമൺ തിങ് എന്ന് വെച്ചാൽ, നിങ്ങൾ പോയിട്ട് ഒരാൾക്ക് ഒരു 10 രൂപ കൊടുത്ത് സഹായിച്ചു നിൽക്കുക, അതാരും പറയില്ല. പക്ഷെ നിങ്ങൾ പോയിട്ട് ഒരാളിൽ നിന്ന് 10 രൂപ കട്ടോക്കി നാട്ടുകാർ മൊത്തം അറിയും. അതാണ് അതിന്റെ കാര്യം. അപ്പൊ കോമൺ ഫാക്ടറാണ്. 99 കാര്യം ചെയ്ത് മനുഷ്യന്മാരുടെ സ്വഭാവമാണത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമായിരിക്കും. എനിക്കൊന്ന് പ്രത്യേകിച്ച് സെക്ഷലി ഉള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഓഫ് കോഴ്സ് ഞരമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് കയറി പോണ വഴി അറിയില്ല. ഏതൊരു കാര്യത്തിലും ഇപ്പൊ ഒരു ഡ്രസ്സിന്റെ ആയാലും ശരി, ഒരു സിനിമയാണെങ്കിലും ശരി, ഒരു സിനിമയിൽ ഒരു സീൻ ഉണ്ടെങ്കിൽ ഒരു പാട്ടുണ്ടായാൽ മതി. ആ ക്യാരക്ടർ ഞങ്ങളുടെ ഈ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ അകത്തൊരു ഇതേപോലെ ചെറിയൊരു ഐറ്റം സോങ് പോലത്തെ സോങ് ഉണ്ട്, അതൊക്കെ കയറി പോയി പോക്കാണ്, ബും ബും എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ആ സിനിമയിൽ തന്നെ നായികയെ വെച്ചിട്ട് കുറെ ഇത് വെച്ച് അയ്യോ അവളെ ട്രോൾ ചെയ്ത് കൊന്നു കളയുമായിരുന്നു ഇട്ടിട്ട്, ഭയങ്കര ട്രോളായിരുന്നു ഫുള്ള്. എന്താ പറയാ, നമ്മുടെ അതൊക്കെ കാണുന്ന ശരിക്കും പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി. പിന്നെ വേറെ കാര്യം വെച്ചാൽ അവളുടെ ആർട്ടിസ്റ്റിന്റെ അവളുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് എന്തുണ്ടെങ്കിലും പോട്ടെ പുള്ളുന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും അവള് അത് ബോധർ ചെയ്യാനേ പോല. ചില ആൾക്കാർ പെട്ടെന്ന് ഡൗൺ ആയി പോകും, നെഗറ്റീവ് ഷെയ്ഡ് വരുമ്പോൾ ചില ആൾക്കാർ ഡൗൺ ആയി പോകും. പക്ഷെ പുള്ളിക്കാരി അത് നെവർമൈൻഡ് മൂടാണ്. നമ്മള് ഇതിന്റെ അകത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ആറാട്ടന്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് 2 അഭിപ്രായം ഉണ്ടായിരുന്നു. അതായത് പുള്ളി ആർക്കും സത്യം പറഞ്ഞാൽ അവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല. പുള്ളി ചെയ്ത പണി എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തിയുടെ പരിപാടിയാണ്. പക്ഷെ എല്ലാവരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ലാസ്റ്റ് പിറ്റേ ദിവസം വന്ന കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിക്കറ്റ് എടുത്ത് സിനിമ ഉണ്ട് റിവ്യൂ പറഞ്ഞ ആറട്ടനെ സിനിമാക്കാർ തല്ലി. ഇതാണ് വന്ന ഡയലോഗ്. ഉണ്ടായ സംഭവിച്ചാൽ പുള്ളി ടിക്കറ്റ് എടുത്തിട്ടില്ല, ഞങ്ങളുടെ നിന്ന് പാസ് വാങ്ങിച്ച് അകത്ത് കയറിയത്. അവിടെ നിന്നിട്ട് വേറെ ആൾ വന്നിട്ട് പറഞ്ഞിട്ടാണ് ഇയാൾ റിവ്യൂ പറഞ്ഞത്. അതിൻ്റെ ഏതൊരു പ്രമുഖ ചാനൽ ഇതിൻ്റെ ഒരു വീഡിയോ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു 7 hours കൊണ്ട് 8 lakh എങ്ങാണ്ട് വ്യൂസും കയറിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് കാര്യം, ഇയാൾ പറയുന്നത് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അയാൾ പറഞ്ഞിട്ടാണ് റിവ്യൂ പറഞ്ഞത്. ഈ വീഡിയോ ഈ ഇഷ്യൂ ഉണ്ടായി തിരിഞ്ഞല്ലോ, നേരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചാനൽ ഇത്രയും വ്യൂസ് കിട്ടി വീഡിയോ എടുത്ത് ഡെലിറ്റ് കളഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അതിൻ്റെ ഉള്ളിൽ കുറേ ഇതിൻ്റെ അകത്ത് കുറേ കളികൾ നടക്കുമല്ലോ. നോർമൽ പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ്. അതുപോലെയാണ് പ്രണയത്തിലും സെയിം അതേ മൂവി പാറ്റേൺ വെച്ചിട്ടാണ്. അവർക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ അതിൻ്റെ ഒരു വേർഷൻ എടുത്തിട്ട് അത് ഒരു ഫ്ലേവർ ഈ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ചെയ്യുന്നൊരു ഫ്ലേവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ട്വിസ്റ്റുകളും സസ്പെൻസും നിറഞ്ഞാൽ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ജേണറിൽ ത്രൂ ഔട്ട് പോകുന്നൊരു മൂവിയാണ് സ്മാർട്ട് ഫോൺ പ്രണയം. അപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം, അപ്പം അതിൽ തന്നെ ഉണ്ട് പ്രണയത്തിന് എത്രത്തോളം മൂല്യമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സൊസൈറ്റിയിലെ പ്രണയം എല്ലാം അറിയാലോ, വരിക ഈസി ഗോ ഈസി അങ്ങനത്തെ ഒരു ഇതാണ്. ഉണ്ട് ഇല്ല ഇപ്പൊ ഒന്ന് ഓക്കെ ആണെങ്കിൽ നാളെ ഓക്കെ, അല്ലെങ്കിൽ ആ പോട്ട് പുല്ല് ഒന്ന് പോയി അടുത്തത്. അവൈലബിലിറ്റി കൂടി, നമുക്ക് പറയാനുള്ള അവൈലബിലിറ്റി കൂടി. ഇപ്പൊ ഇഷ്ടമാണെന്ന് ഇപ്പൊ നമ്മൾ പണ്ട് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കാത്തിരുന്ന് ഒരു സെന്റൻസ് പറയാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആവശ്യം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി എന്നുള്ളതുണ്ട്. ശരിക്കും പറയാം റിലേഷൻഷിപ്പിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത പോലത്തെ ഒരു മൂല്യം എന്നൊരു സാധനം വാല്യൂ ഉള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് വളരെ റയറാണ്. അപ്പൊ ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ നിങ്ങളുടെ ലൈഫിലായാലും പ്രണയത്തിന് അങ്ങനെ ഒരു പ്രണയത്തിന് നമ്മള് എല്ലായ്പ്പോഴും അങ്ങനെയാണ്. കാരണം അതൊരു ചില ആൾക്കാർ ഒരു വിഭാഗം, എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരെന്ന് വെച്ചാൽ ആത്മാർത്ഥമായി നമ്മൾ എടുക്കാം. പക്ഷെ വൺ സൈഡ് ചിലപ്പം അവർ ജസ്റ്റ് ഫോർ ഫൺ എന്നായിരിക്കും. അപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ
ആർക്കും ഒരാൾക്ക് എന്തായാലും വളരെ വിഷമകരമായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും സെയിം എഫക്റ്റിലായിരിക്കാം പ്രണയിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂരിഭാഗവും ലോ കൂടെ ആയി പഠിച്ച് നടക്കുന്ന ആൺപിള്ളേർക്ക് അടിപൊളി ഒരു പെൺകൊച്ചിനെ കിട്ടും, ലോ കൂടെ ആയി പഠിക്കുന്ന പെൺപിള്ളേർക്ക് അടിപൊളി ആൺകൊച്ചിനെയും കിട്ടും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് മാച്ച് ആയിട്ടൊന്നും വരുന്നില്ല, ഒരേ ലെവലിലുള്ള ആൾക്കാരെ കിട്ടത്തില്ല. അത് ഞാൻ എന്റെ പേഴ്സണലി പറഞ്ഞ പോലെ എന്റെ പേഴ്സണലി എന്റെ കുറെ ഫ്രണ്ട്സിന് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴായിരിക്കും കാര്യമില്ല, നമ്മൾ കൂടുതൽ ചില തേപ്പ് സ്റ്റോറികളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അയ്യോ കരഞ്ഞു എന്ന് പറയില്ലേ. ലൈഫിൽ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തേപ്പൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ട്രാക്കിൽ തന്നെ തേപ്പിന്റെ ട്രാക്കിലേക്ക് ഇതുവരെ പോയിട്ടില്ല. തേപ്പ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഗേൾ ഫ്രണ്ട്സിനൊന്നും കിട്ടില്ല, ഫ്രണ്ട്സിനൊന്നും കിട്ടാം തേപ്പ് മുഴുവൻ. നമ്മള് കൊറേ വിശ്വസിച്ച് കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സ് നല്ല വെപ്പ് വെച്ചറിയില്ലേ, അങ്ങനത്തെ കുറെ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ, ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. സോ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ബെസ്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുവയ്ക്കും. പക്ഷെ അവര് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ രീതിയിലായിരിക്കില്ല. സോ അങ്ങനെ കുറെ പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലെ ഇപ്പൊ 21 നൂറ്റാണ്ടാണ്, ഇപ്പൊ കാര്യങ്ങൾ വെച്ചോടെ ഫാസ്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും റിലേഷൻഷിപ്പ് ആയാലും അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് അയാളെ തന്നെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യുക, കുറെ സ്വപ്നങ്ങളൊക്കെ 100,000 സ്വപ്നങ്ങളൊക്കെ പറഞ്ഞാൽ നടക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടു ആ പറ്റിയാൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചാൾ ലിവിങ് പോവാം. ലിവിങ് എന്നൊരു ഓപ്ഷനോടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മാരേജ് എന്നുള്ളൊരു സാധനവും ഇല്ല. ഇപ്പൊ പണ്ടായിരുന്നു മാരേജ് എന്ന ഡിവോഴ്സിന് പോയി കഴിഞ്ഞാൽ 1.5 കൊല്ലം ഇങ്ങനെ നടന്നത്. ഇപ്പൊ ലിവിങ് എന്നൊരു ഓപ്ഷൻ വന്നപ്പോഴേക്കും ലിവിങ്ങും രജിസ്റ്റർ ചെയ്യാൻ പോവാ. അത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുള്ള ലിവിങ്ങിന് ഇപ്പം ഒരു വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ലിവിങ് ആയിട്ട് ബ്രേക്കപ്പ് ആയി പോവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഇത്ര മറ്റേ ഇതില്ലേ, എന്താ പറയാ, പൈസ ആവശ്യപ്പെടാന്ന് പറയില്ലേ, ജീവനാംശം കൊടുക്കാന്ന് പറയില്ലേ, ആ ഒരു സംഭവം ലിവിങ്ങിന് തുടങ്ങാൻ പോവാന്ന് പറയുന്നുണ്ട് ഇപ്പൊ. എനിക്കൊന്ന് ആപ്പടെ ഡിവോഴ്സ് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവണോ ലിവിങ് കൊടുക്കണേ. അപ്പൊ അതിന് ഈ പ്രശ്നം പറയുമ്പോൾ ആൾക്കാർക്ക് അതും ഉണ്ടല്ലേ. ശരിക്കും അങ്ങനെ നിങ്ങളുടെ പെർസ്പെക്റ്റീവില് ലിവിങ് ആണോ നല്ലത്, മാരേജ് ലൈഫ് ആണോ നല്ലത്? അത് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ മാരേജ് ലൈഫ് ആണ് ബെറ്റർ. പിന്നെ ജസ്റ്റ് പണ്ടത്തെ പോലെ അല്ല, നമ്മള് ഒരു കുറേ സമയം നമ്മൾ അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്തതിന് ശേഷം മാരേജ് ചെയ്യുക. മാരേജ് ചെയ്തതിന് ശേഷം അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുമോ നോക്കുക. ഒരു കുട്ടികൾ തന്നെ ഒരു 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം, അല്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അതിന് ശേഷം കുട്ടികൾ ആവുക എന്നുള്ളതായിരിക്കും ബെറ്റർ. കാര്യം പറയുന്നത് വെച്ചാൽ ഈ പലരും ഈ കുട്ടികൾ എല്ലാം ആയതിനു ശേഷം ഡൈവോഴ്സ് ചെയ്യും. അപ്പോൾ അറ്റ് ലാസ്റ്റ് സ്ട്രഗിൾ ചെയ്യുന്നത് ഈ 2 പേരൻസും അല്ല, ആ കുഞ്ഞുങ്ങളായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ സ്വയമേ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 1-2 വർഷം അവരോട് സ്പെൻഡ് ചെയ്ത് എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ അനിഷ്ടങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യുക. അവർക്ക് എന്താ ഡിസിഷൻ എടുക്കാം, നല്ലൊരു ലൈഫ് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ സെപ്പറേറ്റ് ആകുക. അപ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾ ഒരു 1-2 ഇയേഴ്സ് ഓക്കെ ആണോ, ഈ പാർട്ണർ ഓക്കെ ആണോ, ഇല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുക. അങ്ങനെ നിൽക്കണേക്കാട്ടും നല്ലത് ലിവിങ് നിൽക്കണതല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സിന് പോണേക്കാട്ടും നല്ലത് ലിവിങ് നിൽക്കുന്നല്ലേ. എന്റെ ഒരു അഭിപ്രായം അതാണ്. കാരണം വെച്ചാല് ഇപ്പം ലൈക്ക് എന്താ പറയാ, ഡിവോഴ്സസ് ഒരുപാട് നടക്കുന്നുണ്ട്. സത്യം. അല്ല എനിക്ക് തോന്നുന്നു ഇപ്പം അത്ര ബുദ്ധിമുട്ടില്ല, മുന്നത്തെ പോലെ 1 ഇയർ ഒന്നും വേണ്ട. പക്ഷെ അല്ലാത്തൊക്കെ എന്റെ ഫ്രണ്ട്സിന് 2 വർഷമായതും ഉള്ള ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പോയിന്റിലെ ലിവിങ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചാള് ഒരുമിച്ച് പോകുമ്പോ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റഡ് ആയി പോകാൻ പറ്റും. സോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോർവേഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബാക്ക്വേർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സ്മാർട്ട് ഫോൺ പ്രണയത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിനകത്ത് നമ്മുടെ മ്യൂസിക്കിലേക്ക് പാട്ടുകളിലേക്ക് നമ്മൾ വന്നില്ല. ആരാണ് പാട്ടുകൾ രചിച്ചിരിക്കുന്നത്? പാട്ടുകൾ നല്ല 2 പാട്ടുകളുണ്ട് ഇതിനകത്ത്. 2 പാട്ടുകൾ ഒന്ന് പാടിയേക്കുന്നത് വിനീൻ ശ്രീനിവാസൻ, പിന്നെ ആരതിപ്പൊടി. ഒന്ന് പാടിയേക്കുന്നത് മൃദുല വാര്യർ. പിന്നെ മറ്റേ കൃത്യമായി ഈ പേര് ഓർമ്മയില്ല. പക്ഷെ ഞാൻ കേട്ടിരുന്നു, നല്ല പാട്ടുകളാണ്. എന്തായാലും അത് സൂപ്പർ ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റാണ്. കാരണം അത് കേട്ടപ്പോൾ അവരുടെ
സോങ്സ് കേട്ടപ്പോൾ നല്ല ക്യാച്ചിങ് ആണ്. എനിക്ക് ഓൾറെഡി നിങ്ങൾ കേട്ടാണ് ഓഡിയോ ലോഞ്ചിലൊന്ന് കേട്ടായിരുന്നു. ലോഞ്ചിന് ഒന്ന് ഭയങ്കര രസമാണ്. ഒന്ന് എന്തായാലും ഫസ്റ്റ് പോയിന്റ് നമുക്കൊരു ക്യാച്ചപ്പ് ആവുന്നൊരു സോങ് ആണ്. സൂപ്പർ സോങ് ആയിരിക്കും, അതായത് വേറെ ഓപ്ഷൻ അല്ലേ. അപ്പം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിൽ ഓരോ എല്ലാവരും പറയുന്നുണ്ട് ഓരോ സിനിമ ഞാൻ ഇന്നതാണ് മുന്നോട്ട് വെക്കുന്നത്, ഇന്ന കാര്യമാണ് സൊസൈറ്റിക്ക് വെക്കുന്നത് എന്നുള്ളത്. സ്മാർട്ട് ഫോൺ പ്രണയം എന്താണ് സൊസൈറ്റിക്ക് മുമ്പോട്ട് വെക്കുന്നത്, അതോ ജസ്റ്റ് ഇങ്ങനൊരു കഥ റെപ്രസെന്റ് ചെയ്യണം അങ്ങനെ ഒരു ഇതാണോ? ഇതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, എൻ്റെ ഡയറക്ടർ സാർ പറഞ്ഞില്ല, ഇതിൻ്റെ സമൂഹത്തിൽ നടക്കുന്ന കുറച്ചധികം പ്രശ്നങ്ങളിനകത്ത് എടുത്ത ഒരു സംഭവമാണ്. റിയൽ ഇൻസിഡന്റ് ഒക്കെ റിയൽ ഇൻസിഡന്റ് ഉണ്ടാവും, കാരണം റിയൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് എടുത്ത ഒരു റിയൽ ഇൻസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല, റിയൽ ഇൻസിഡന്റിൽ മേ ബി ഉണ്ടായേക്കാം. നമ്മൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഒരു സ്റ്റോറി നമ്മുടെ മൈൻഡിൽ തോന്നുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ, എവിടെയെങ്കിലൊക്കെ നടന്നിട്ടുണ്ടാവും. സോ അപ്പോൾ അങ്ങനെ എടുത്തതിനകത്ത് വളരെ നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം ഓക്കെ നൈസ് മൂവി, നമ്മുടെ കാശ് പോവില്ല എന്ന രീതിയിൽ പറയത്തക്കോണം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മൂവി ആയിരിക്കും ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്നുള്ളത്. അതേപോലെ എസ്പെഷ്യലി നമ്മുടെ പിന്നെ പേരൻസ് കുട്ടികളും ചേർന്ന് കാരണം അവർക്കാണല്ലോ ഈ പേരൻസും കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താലും അതുപോലെ പേരൻസിന് എത്രമാത്രം അറിയാം ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും മൊബൈൽ ഉള്ള കാലഘട്ടമാണ്. എന്തൊക്കെ നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ വയ്യ. സോ നമ്മൾ പേരൻസ് കുട്ടികൾക്ക് വിശ്വസിച്ചായിരിക്കും, കാരണം അവർ എന്താ ചെയ്യുന്നത് അവർക്കാണ് അറിയില്ല. സോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ എന്താ പറയുക, വളരെയധികം പ്രാധാന്യമുള്ള ആ വേർഡ് എനിക്ക് കിട്ടിയില്ല, വളരെ പ്രാധാന്യമുള്ള ഒരു മൂവി ആയിരിക്കും ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്നത്. എന്തായാലും ആരെയും വിഷമിപ്പിക്കത്തില്ല, എല്ലാവർക്കും ഒരു മെസ്സേജ് ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മുൻവിധികളില്ലാതെ വളരെ കൂളായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാവുന്ന ഒരു മൂവി ആയിരിക്കും. അപ്പം നമ്മുടെ വിത്തിൻ സെക്കൻഡിനകത്താണ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ സിനിമയ്ക്കും അങ്ങനെ എന്തെങ്കിലും റിവ്യൂസ് അങ്ങനെ പഠിക്കുന്നുണ്ടോ, അതോ പ്രേക്ഷകരുടെ എല്ലാവരും പറയാറുണ്ട് മൗത്ത് പബ്ലിസിറ്റി ആണ് സിനിമയ്ക്ക് ഏറ്റവും? നമുക്ക് അത് പറയാൻ പറ്റില്ല ബ്രോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇപ്പോഴത്തെ ആൾക്കാരുടെ റിവ്യൂ പറച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറയുന്നില്ല. മോശം പടത്തിന് നല്ലതൊന്നും പറയുന്നുണ്ട്, നല്ല പടത്തിന്. ഞാൻ ഒരു പടം ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞ് റിവ്യൂ കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വിഷമിച്ച് വന്ന ഒരാളാണ്. അതായത് ഇഷ്ടം പോലെ പ്രൊമോഷന് വേണ്ടി മാത്രം കിടന്ന് പലതും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് റിവ്യൂവിൻ്റെ അവസ്ഥ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ റിവ്യൂ കേട്ടിട്ടൊന്നും ഒരിക്കലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പടം ചിലപ്പം അവരുടെ ഇതിന് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കാം, പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കിപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കിപ്പോൾ ഞാൻ ഒരു പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിവിടെ പറഞ്ഞു എടാ പടം നല്ല കണ്ടോ, ഇഷ്ടപ്പെട്ടു, നല്ല കുഴപ്പമില്ലാത്ത പടം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എടാ കൊള്ളൂല്ല, വേണമെങ്കിൽ പോയി കണ്ടാൽ മതി, അത് ഓക്കെയാണ്. അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ കസിൻസോ ആരെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടാണ് നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇവൻ്റെ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവൻ അത്ര ഇല്ല, സത്യമായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ചെയ്ത് അത് തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി ഷൂട്ടും കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി മാത്രം വേറെ ചിലവാണ്, മനസ്സിലായോ? അതിൻ്റെ റൈറ്റ്സ് എടുക്കലും കാര്യങ്ങളും പല കാര്യങ്ങൾ ചില്ലറ പൈസ ചിലവുള്ളൊരു പരിപാടി അല്ല അതൊരു കാര്യം. പക്ഷേ ഒരു ടീം എഫേർട്ട് എടുത്തൊരു സിനിമ ചെയ്തു എന്ന് വെച്ചിട്ട് പ്രേക്ഷക സിനിമ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു നമ്മളൊരു സിനിമ കണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആ സിനിമ കാണണം, അത്രേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു നിമിഷം കൊണ്ട് അതിനെ അഭിപ്രായം പറയാം, മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. ഇത് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്കങ്ങോട്ട് കളയുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാണ്ടിരിക്കുക. അത് കാരണം വെച്ചാൽ ചിലപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് നാലാൾക്കാർ ഇവരുടെ യൂട്യൂബ് കാണുമായിരിക്കും, അല്ലെങ്കിൽ നാലാൾക്കാർ ഇവർക്ക് പ്രൊമോഷൻ സപ്പോർട്ട് കൊടുക്കുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരെ ഇട്ട് ഇറക്കുന്നതാണ്. കാരണം സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ സിനിമയല്ല, ഒരു പ്രൊഡക്ഷനിൽ ചായ കൊടുക്കുന്ന ചേട്ടൻ തൊട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നായകന്റെ മേലെ നിൽക്കുന്ന ഡയറക്ടറുടെ വേറെ സിനിമയാണ്. അതായത് ഇപ്പൊ റിവ്യൂ പറയുന്നവരുടെ ഉൾപ്പെടെ എങ്ങനെ പോയാലും മിനിമം ഒരു 50 to 70 പേര് ക്രൂടെ അന്നമാണ് സിനിമ, മനസ്സിലായോ? അപ്പം അതിനെ അഭിപ്രായത്തിൽ പറയാം, അല്ലാണ്ട് ഒരിക്കലും കൊണ്ടുപോയിട്ട് കൊല്ലുന്ന രീതിക്ക് ചെയ്യാണ്ടിരിക്കുക. എന്തായാലും നമ്മുടെ സിനിമ റിലീസ് ആകാൻ പോവാണ്, കാണാൻ വരുന്ന പ്രേക്ഷകരോട്
പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സിനിമ. ബിക്കോസ് നമ്മുടെ ഡയറക്ടർ സാധാരണ ചില പടങ്ങൾ പല കൺസെപ്റ്റിൽ എഴുതുന്ന പടങ്ങളുണ്ട്, ചില ആൾക്കാർ മെസ്സേജിന് വേണ്ടിയിട്ട് എഴുതുന്ന പടങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഡയറക്ടർ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടാണ് മെയിൻ ആൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം അതാണ്. കാരണം പുള്ളി പൈസ പ്രതീക്ഷിക്കുന്നുണ്ടില്ലെന്നല്ല. ഇപ്പം നമ്മൾ ഈ ഒരു സിനിമ ചെയ്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പടം ചെയ്യാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അത് വേണം, ഇല്ലെന്നല്ല പറയുന്നത്. കാരണം ചിലപ്പോൾ സിനിമേനെ കല മാത്രമായിട്ട് കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഒരു പരമാർത്ഥമായ സത്യമാണ്. അത് ആരെന്ത് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. സോ നമ്മൾ ഓഫ് കോഴ്സ് എന്താ പറയുക, പടം സക്സസ് ആവണം, ഹിറ്റാവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെക്കാട്ടും ഉപരി പുള്ളി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ പുള്ളിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളി അത് സിനിമയാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നാളെ ഒരു മൊബൈലിൽ കൂടെ ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ അത് എന്തർത്ഥത്തിലുള്ള പ്രണയമാണെന്ന് ചിന്തിക്കാനായിട്ടൊരു പെണ്ണിന് അല്ലെങ്കിൽ ആണിന് തോന്നിക്കാൻ കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്തേക്കണ ഈ സിനിമ. സോ ആൾക്കാർ കാണണം, സപ്പോർട്ട് ചെയ്യണം, എന്താ പറയുക, മാക്സിമം വിജയിപ്പിക്കണം ആണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ എല്ലാ സിനിമകളിലും ഇനിയും തുടർച്ചയായിട്ട് കാണാൻ സാധിക്കട്ടെ. അടുത്ത ഇതേപോലെ ഇന്റർവ്യൂ ഉണ്ടാവട്ടെ. നിങ്ങളുണ്ടാവട്ടെ. അപ്പം എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു. ഇത്ര സമയം എടുത്തതിനായിട്ട്. ഓക്കെ, താങ്ക് യു.